കണക്റ്റിംഗ് തളിപ്പറമ്പിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന പ്രൊഫഷണൽ മെന്റേഴ്സിനുള്ള പരിശീലനം ധർമ്മശാല കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് മിനി ഹാളിൽ നടന്നു. എം.വി. ഗോവിന്ദൻ എം.എൽ.എ ഉദ്ഘാടനം ചെയ്തു. ഉന്നത ശ്രേണിയിൽ നിൽക്കുന്നവർ മാത്രം ഉന്നത വിദ്യാഭ്യാസം നേടുന്ന ഇന്ത്യയിൽ ഏത് പാവപ്പെട്ടവനും ഉന്നത വിദ്യാഭ്യാസ ശേഷി നേടാൻ സാധിക്കുന്ന ഏക സംസ്ഥാനം കേരളമാണെന്ന് എം.വി. ഗോവിന്ദൻ പറഞ്ഞു. ഉന്നത ശ്രേണിയിൽ നിൽക്കുന്നവർക്ക് മാത്രം ഉന്നത വിദ്യാഭ്യാസം നേടുന്ന ഇന്ത്യയിൽ ഏത് പാവപ്പെട്ടവനും ഉന്നത വിദ്യാഭ്യാസം നേടാൻ ശേഷി നേടിയ ഒരു സംസ്ഥാനം കേരളമാണ്. ആ കേരളത്തിന്റെ പ്രത്യേകതയായിരുന്നു. അപ്പോൾ നമ്മൾ തല താഴ്ത്തണ്ടെന്ന് പറഞ്ഞിട്ട് ഇരുന്നാൽ പോരാ. അപ്പോൾ എന്ത് വേണം? അവർക്ക് ലോകത്താകെ സാധ്യതയുണ്ട് ജോലി. ഇതുപോലെ കോരി വാരി ഉപയോഗിക്കാൻ അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളുള്ള ഒരു നാട് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഒരു യു പി ഇല്ല, ഒരു മധ്യപ്രദേശും ഇല്ല, ഒരു രാജസ്ഥാനും ഇല്ല. അവിടെ IPS-ന്റെയും IAS-ന്റെയും മക്കളുണ്ടാവും, ഭൂപ്രഭുവിന്റെ മക്കളുണ്ടാവും, ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെയും ജെമിമാരുടെയും മക്കളുണ്ടാവും. അല്ലാണ്ട് ഒരു കർഷക തൊഴിലാളി സ്കൂൾ കണ്ടിട്ടില്ല. ഇതിന് വേണ്ട ഈ ഉന്നത വിദ്യാഭ്യാസം നേടാൻ പതിറ്റാണ്ട് കഴിഞ്ഞാലും ആവില്ല. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള സ്ഥിതി. കേരളത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ആനുകൂലമായ ഒരു അവസ്ഥ. അപ്പോൾ നമ്മൾ എന്ത് വേണം? ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ മാറി വരുമ്പോൾ നമുക്ക് അന്നേരം പറയാറില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ ലക്ഷക്കണക്കിന് അഭ്യസ്തവിദ്യരുള്ള ഒരു നാട്ടിൽ, ഈ കേരളത്തിൽ +2 മുതൽ ഗ്രാജുവേഷൻ വരെ പാസ്സായിട്ടുള്ള 29 ലക്ഷം ആളുണ്ട്. ഈ കേരളത്തിൽ 29 ലക്ഷം. കണക്റ്റിംഗ് തളിപ്പറമ്പിന്റെ പ്രവർത്തനങ്ങളിലും വിവിധ പരിശീലനങ്ങളിലും അറിവും അനുഭവങ്ങളും പങ്കുവയ്ക്കാൻ സന്നദ്ധരായവർക്ക് വേണ്ടി KDISC പ്രൊഫഷണൽ മെന്റേഴ്സ് ഓറിയന്റേഷൻ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചത്. കേരള നോളജ് ഇക്കണോമി മിഷനുമായി ചേർന്ന് തളിപ്പറമ്പ് മണ്ഡലത്തിൽ നടത്തുന്ന തൊഴിൽ സംരംഭകത്വ വികസന പദ്ധതിയാണ് കണക്റ്റിംഗ് തളിപ്പറമ്പ്. ഒരു വർഷം കൊണ്ട് 793 പേർക്കാണ് ഇതിലൂടെ ജോലി ലഭിച്ചത്. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KK രത്നകുമാരി അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KN രാജേഷ്, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ശ്രീജിനി, PO മുരളീധരൻ, കണക്റ്റിംഗ് തളിപ്പറമ്പ് കോർഡിനേറ്റർ K ലിഷ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.